ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം, ആരാധനാ സമയം, നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ജീവനോടെ ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലുമാണ് ലക്ഷക്കണക്കിന് ദൈവജനം ഈ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സാന്നിധ്യവും തിരിച്ചറിഞ്ഞുകൊണ്ട്, അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വലിയ വലിയ ക്രിസ്തു സാക്ഷികളായി ഈ അൾത്താരയിൽ നാളിതുവരെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണമെന്ന സഭാപ്രസംഗകൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനാ സമയം ഈ ബലിപീഠത്തോട് ചേർന്ന്, ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ആയിരിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നൊമ്പരങ്ങളെയും ഈ സമയം ഈ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം. അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ചിന്തയും വേണ്ട. കാരണം ലക്ഷക്കണക്കിന് മക്കളാണ് ഇതിനോടകം തന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പങ്കുവച്ചു പോയിട്ടുള്ളത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ, ഈ ധ്യാനം നയിക്കാൻ പോകുന്ന അച്ഛനെ പ്രത്യേകമായിട്ട് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളെയും തിരുത്തുവാൻ, ഉടമ്പടി നിബന്ധനകളിൽ വന്നു പോയിട്ടുള്ള അവിശ്വസ്തതകളെ പരിഹരിക്കാൻ ഉതകുന്ന തിരുവചനങ്ങളിലൂടെ ഈ ആരാധനയിലുടനീളം ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, അവരായിരിക്കുന്ന ഇടങ്ങളെയും, അവരുടെ വ്യക്തിപരമായ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2020 മുതൽ ഓൺലൈനായി വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷ വഴിയുമായിട്ടും ലക്ഷക്കണക്കിന് മക്കൾ ഓരോരോ ദിവസവും ഈ ആലയത്തിലേക്ക് തങ്ങളുടെ നിയോഗങ്ങൾ, നൊമ്പരങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ അൾത്താരയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അവരെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളുടെയും ദൈവ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ദൈവസ്നേഹത്തോടെ ഒരു നിമിഷം ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസന മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന
ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ നീളം നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. എൻ്റെ പേര് ബിബി ഷോബി. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ഷോബി. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഏട്ടന് ക്യാൻസറാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. എറണാകുളത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ആ സമയത്ത് 4 കീമോ എടുത്തതിന് ശേഷം ഒരു സർജറിയും കൂടി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുമെന്ന് ഡോക്ടർ പറയുകയും അങ്ങനെ സർജറി നടത്തി. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 8 മണിക്കൂറോളം പറഞ്ഞ സർജറി 12 മണിക്കൂറോളം നീണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് ഭയപ്പാടിലായി. പ്രാർത്ഥനയുടെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വിളിക്കാറുള്ള ഒരു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഇപ്പം തന്നെ അങ്ങനെ നേര്, അപ്പോൾ എല്ലാം ശരിയാവും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകാനും അറിയില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അതിന് അനുവാദം കിട്ടുകയുമില്ല, അപ്പോൾ ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒന്നും നേരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറിക്കെല്ലാം ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ചേട്ടൻ വന്ന് കൃപാസന പത്രം എൻ്റെ കയ്യിൽ തരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പത്രം വേണ്ട, കാരണം എനിക്ക് എനിക്ക് വിശ്വാസമില്ല, പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ചേട്ടനെ തിരിച്ചയക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു 4 കീമോയൊക്കെ ചെയ്തു, പെറ്റ് സ്കാൻ എടുത്തു, യാതൊരു കുഴപ്പവും. പക്ഷേ അതിനുശേഷം ഫോളോ അപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാൻസർ സെൽസ് ഏട്ടൻ്റെ ശരീരത്ത് കാണപ്പെട്ടത്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, കീമോ മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീടുള്ള ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ പെങ്ങള് എൻ്റെ കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞു, ബേബി നമുക്ക് കൃപാസനത്തിലൊന്ന് പോവാം. അപ്പോൾ വീണ്ടും ഞാൻ കൃപാസനം എന്ന് കേൾക്കുവാണ്. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഇനി ജീവിതം മുന്നോട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുവാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ട്. ഞാൻ ഉടനെ തന്നെ ജനുവരി 23-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു.
അത്രയും കാലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന് ഞാൻ തികച്ചും ഒരു ദൈവവിശ്വാസിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നന്നായി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, ബൈബിള് വായിക്കും, എല്ലാം ചെയ്യും. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് കൃപാസനത്തിൽ വന്നപ്പോഴും എങ്ങനെയാണ് മാതാവിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും ഞാൻ പഠിച്ചു. അങ്ങനെ അത്രയും കാലം കുട്ടികൾ എന്ന് പറഞ്ഞ് നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് എനിക്ക് സമയമുള്ളൂ. അങ്ങനെ വീണ്ടും സർജറിക്ക് ശേഷം വീണ്ടും കീമോ ചെയ്തു. അതിനുശേഷം ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും സെൽസ് കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് കീമോ ചെയ്യാം. അങ്ങനെ 4 കീമോ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും. ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് ഞാൻ കഞ്ഞിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഞ്ഞി കൊടുത്തു. പക്ഷേ ഏട്ടൻ വളരെയധികം എന്നോട് ദേഷ്യപ്പെട്ടു, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം എനിക്കില്ല, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല, നീ. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ വിശ്വസിക്കണ്ട, പക്ഷേ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചാൽ അന്ന് എന്നോടൊപ്പം വന്ന് നിന്ന് ഏട്ടൻ സാക്ഷ്യം പറയണമെന്ന്. ഏട്ടൻ അതിന് ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. പിന്നീട് 4 കീമോ കഴിഞ്ഞു. പെറ്റ് സ്കാൻ ഡേറ്റ് തന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് പെറ്റ് സ്കാനിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുക, ജോസഫ് അച്ഛൻ്റെ അടുത്തൊന്ന് വന്നം അനുഗ്രഹം പ്രാപിക്കണം. അപ്പോൾ ഏട്ടനെ കൊണ്ട് സർജറി കഴിഞ്ഞ സമയമാണെങ്കിലും വരാൻ പറ്റുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഏട്ടൻ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സമയത്തും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഏട്ടൻ ഇവിടെ വന്നത്. അച്ഛൻ കൊടുത്ത കാശ് രൂപം ഏട്ടൻ മാലയിൽ ഇടുക പോലും ചെയ്തില്ല, പേഴ്സിലിട്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വാസമില്ലാതെ തന്നെയാണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് നിന്ന സമയത്താണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം, എനിക്ക് ശരിക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇത് എവിടെ നിന്നായിരിക്കും? അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളും പ്രാർത്ഥന എല്ലാം കേൾക്കുമ്പോൾ ഞാൻ മഴവില്ല് കാണും, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരും. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എൻ്റെ ഏട്ടൻ എന്താണെങ്കിലും എൻ്റെ മാതാവ് സുഖപ്പെടുത്തും, ഇനി ഞാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് ഈ ലോകത്തോട് മുഴുവനും എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുമെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. അതേപോലെ തന്നെ 12 കീമോയും പൂർത്തീകരിച്ച് ആ പെറ്റ് സ്കാനിന് തൊട്ട് മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഏട്ടൻ പൂർണ്ണ വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ, ഞാനും നിൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്ന് അച്ഛനോട് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അതുവരെ ഒന്നും പറയാതിരുന്ന ഏട്ടൻ അച്ഛനോട് പറഞ്ഞു, 25-ാം തീയതി എൻ്റെ പെറ്റ് സ്കാനാണ് അച്ഛാ, പ്രാർത്ഥിക്കണോട്ടോ എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ നെഞ്ചിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ആശീർവദിച്ചു. അതോടുകൂടി എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും ഇനി യാതൊരു കുഴപ്പവുമില്ല എന്ന്. 27-ാം തീയതി റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ക്യാൻസർ എന്ന ആ മഹാരോഗം ഏട്ടൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ഈ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആരുമില്ലാതൊരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അത്രയും കാലമാണ് ശോഭി തൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. ഇനി അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോവാൻ.
അന്നേരം ഞാൻ പറഞ്ഞു, ഒരു മിറക്കിൾ സംഭവിക്കും, എന്താണെങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്ന് ഞാൻ ഡോക്ടർക്കടെ കൈ പിടിച്ച് വാക്ക് കൊടുത്താൽ ഞാൻ പോകുന്നത്. ആ വാക്ക്, ആ ഒരു പ്രാർത്ഥന, ആ മാതാവ് എന്നെ കരുതി, എൻ്റെ കുടുംബത്തെ കരുതി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ യാതൊരു കുഴപ്പവുമില്ലാതെ ഇവിടെ വന്ന് നിൽക്കണം. ഇന്നത്തെ ദിവസം ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് നിന്നപ്പോഴും എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ മാതാവിൻ്റെ കണ്ണീര് കണ്ടു. ആ ആൾത്താരി മാതാവിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ മാതാവിൻ്റെ രൂപം കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഏട്ടൻ ഒന്നും വരില്ല, ഞങ്ങളുടെ കുടുംബത്തെയും ഏട്ടനെയും മാതാവ് കാത്തുകൊള്ളും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി. ഒരിക്കലും വിശ്വസിക്കാത്ത കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ, അങ്ങനെ തന്നെ ഞാൻ പറയാം, കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ ഏട്ടൻ്റെ ഈ നാവും കൊണ്ട് തള്ളിപ്പറഞ്ഞ ഏട്ടൻ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്ത നീ സാക്ഷ്യം പറയണ്ട, ഞാൻ പറയാം, ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയാമെന്ന്. ഇന്ന് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കാല് പിടിച്ചത് ഈ ലോകം മുഴുവനും കേൾക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ, എൻ്റെ ഏട്ടനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തന്നത് എൻ്റെ മാതാവാണെന്ന് ഈ ലോകത്തോട് തിരിച്ചു പറയാൻ എനിക്ക് സാധിച്ചു. മാതാവേ നന്ദി, 1000 നന്ദി, കോടാനുകോടി നന്ദി. ഇവിടെ വന്ന് ഒരാളും വിഷമിച്ച് ഇറങ്ങിപ്പോയേ വേണ്ട. എന്താണെങ്കിലും മാതാവ് കരുതും, മാതാവ് കരുതി ചേർത്തുകൊള്ളും. മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും ഞാൻ കിട്ടുന്ന ശമ്പളം ഇതിനു മുമ്പ് ഒരു കാര്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് കുറേ ബേക്കറി മേടിക്കാനും അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും എനിക്ക് ഡ്രസ്സ് മേടിക്കാനും മാത്രം കാശ് ഉപയോഗിച്ചിരുന്ന ഞാൻ ഇന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ, രോഗീ സന്ദർശനത്തിനും അനാഥാലയങ്ങളിലും എല്ലാം ഞാൻ ഓടി നടക്കുക. ആർക്കാണ് എൻ്റെ ആവശ്യം വേണ്ടത് എന്നോർത്ത് കൃപാസനത്തിൻ്റെ പത്രവുമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ മഴ നോക്കൂല, വെയിൽ നോക്കൂല, മുസ്ലിങ്ങളുടെ ഇടയിൽ പോകും, ഞാൻ എവിടെ വേണമെങ്കിലും പോയി ആരുടെ അടുത്തും ചെന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രമാണ് അന്ന് ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് മാതാവ് എടുത്തു മാറ്റി. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷിയാണ് ഞാൻ എന്ന് ഞാൻ കാണുന്ന ആളുകളോട് മുഴുവനും ഞാൻ പറഞ്ഞു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ ശക്തിയാൽ, എൻ്റെ ഈശോയുടെ ശക്തിയാൽ ഏട്ടൻ യാതൊരു കുഴപ്പവുമില്ലാതെ ഇന്ന് ഈ അൾത്താരയുടെ മുന്നിൽ നിൽക്കുകയാണ്. അൾത്താരയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എൻ്റെ മാതാവേ, ഇവിടം വരെ എന്നെ കയറ്റാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അമ്മയോട് ഒത്തുചേർന്ന് നിന്ന് ഞാൻ ഈ പറയുന്നതൊന്നും ഞാനല്ല, ഒരു കഴിവുമില്ലാത്ത എന്നിലൂടെ എൻ്റെ മാതാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും കണ്ണീരൊഴുക്കുന്നുണ്ട്. എല്ലാവരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചോ. ജീവനുള്ള മാതാവ് ഇവിടെയുണ്ട്. ഈ മാതാവിനെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ വേറെ എങ്ങോട്ടും ഓടേണ്ടി വരില്ല. യേശുവേ നന്ദി, മാതാവേ നന്ദി. 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കുവാണ്. എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഞാൻ തന്നെ വിശ്വസിച്ചില്ല, എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാൻ ടെക്നിക്കലായിട്ടും ഒത്തിരി സെർച്ച് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. കാരണം രണ്ടാമത് വന്നത് ഈ സെയിം സെൽസ് ആയതുകൊണ്ട്, അതും ലിംഫ് നോട്ട്സിലാണ് വന്നത്. അതുകൊണ്ട് സർജിക്കലായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു. ഉള്ള ഓപ്ഷൻ ഈവൻ HER2 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ ഇമ്മ്യൂണോതെറാപ്പി, കോൺസെൻട്രേറ്റഡ് തെറാപ്പി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആകെയുള്ളൊരു ഓഫ് കീമോ മാത്രമായിരുന്നു. അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വിശ്വാസമുണ്ട്, പക്ഷേ അമിത വിശ്വാസമൊന്നും അല്ലായിരുന്നു. പക്ഷേ ബിബി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മാതാവ് എൻ്റെ സ്കാൻ കഴിഞ്ഞ് ഇത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെയൊക്കെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഉണ്ടായി. അതിൽ ഞാൻ മാതാവിൽ ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. അമ്മ മാതാവിനും ഈശോയ്ക്കും സ്തുതി. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്ന്. എൻ്റെ പേര് ഓമന.
ഞാൻ 47 വർഷമായി പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. അത് എൻ്റെ വീട്ടുകാർ തന്നെ എനിക്ക് തന്നതാണ്. അവരതെല്ലാം വിറ്റ് കഴിഞ്ഞ കാരണം എനിക്ക് സ്ഥലം ശരിയാക്കാൻ അവരാരും തയ്യാറല്ല. എന്തുണ്ടായാലും അവർ തടസ്സം ചെയ്യും. അങ്ങനെ 47 വർഷമായിട്ടും എനിക്ക് പട്ടായും ശരിയാവില്ല. ഏത് അപേക്ഷ പോയാലും 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. അങ്ങനെ ഇരിക്കച്ചിലാണ് ഞാൻ അമ്മ മാതാവിനെ കുറിച്ച് പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഇതേപോലെ എനിക്കൊരു പത്രം കിട്ടി. ആ പത്രത്തിൽ വായിച്ചു നോക്കിയപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിനെ തുടർന്ന് ഞാനിവിടെ വന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ ഒരു വാക്കുണ്ട്, എനിക്ക് തൃശ്ശൂർ വിട്ട് എവിടെയും പോകാനറിയില്ല. അപ്പോൾ എവിടെ വരെ പോകണമെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവ് കൂടെ വരണം. അങ്ങോർക്ക് 76 വയസ്സുമായി. പ്രത്യേകിച്ച് ഞാനൊരു ഡോണറാണ്, ഒരു കിഡ്നി ദാനം ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഓടി പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യം അവരാണ് ഇതിന് നടന്നിരുന്നത്. അങ്ങനെ എവിടെ ചെന്നാലും ആദ്യമൊക്കെ ഞങ്ങൾക്ക് തടസ്സം. അപ്പോൾ ഒരുമിച്ച് ഒരാളുടെ തന്നെ പേപ്പർ പോവില്ല, 6 പേര് കൂടി അങ്ങനെ ചങ്ങലയായിട്ട് പേപ്പർ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 23 കൊല്ലം 29 കൊല്ലമൊക്കെ ആയ ആൾക്കാരുണ്ട്. ഞങ്ങൾ നിസ്സാരം 3-4 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പേപ്പറുകൾ ഇവരെല്ലാം പോയെങ്കിലും ഞങ്ങളുടെയും പോവുള്ളൂ, ഞങ്ങളുടെ തന്നെ പോവില്ല. അപ്പം ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു, ഇത്രയും കൊല്ലമായിട്ട് അവരുടെ നീങ്ങിയിട്ടില്ല, അപ്പോൾ പിന്നെ എൻ്റെ എങ്ങനെ നീങ്ങും? അങ്ങനെ പ്രാർത്ഥിച്ച് 1 കൊല്ലത്തിന് ശേഷം ഈ 4 പേർക്ക് പട്ടായം കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരായി. ആ 2 പേരും അവരും 29 കൊല്ലമായ ആളാണ്. അങ്ങനെ അപേക്ഷിച്ച അവസാനം അവർക്കും കിട്ടില്ല എന്നോ അങ്ങനെ എനിക്ക് മാത്രമായി പട്ടായം കിട്ടാമെന്നുള്ള കടലാസുകൾ ശരിയായി. അങ്ങനെ ഈ മാസം ഞാൻ അവിടെ വന്നത് ഒക്ടോബർ 20 2023 ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ മാതാവിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിവിടെ വരാൻ സാധിക്കുന്ന കാലം വരെ ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വന്ന് പ്രാർത്ഥിക്കും, ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു വാക്കും ഞാൻ മാതാവിന് കൊടുത്തിട്ടാണ് ഞാൻ പോയി. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ അമ്മയോട് പറയണ പോലെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് പറയുക. അതിന് ഞാൻ അങ്ങനെയൊന്നും പള്ളിയിൽ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിരുന്ന ആളാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവും, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കും. അപ്പം ഞാൻ പോകുന്നത് കാട്ടുവഴി കൂടി, എന്താ വെച്ചാൽ ഉൾപ്രദേശമാണ്, വണ്ടിയും കാറും എന്നുള്ള വഴിയില്ല. അപ്പോൾ പട്ടി, കുറുക്കൻ, പാമ്പ് എല്ലാവിധ ശല്യങ്ങളും ഉണ്ട്. അപ്പം എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല, ഞാൻ ഒറ്റയാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തിട്ട് പറയും, മാതാവേ ഞാൻ പള്ളിയിലേക്കാണ് പോണേട്ടാ, എൻ്റെ മുമ്പുണ്ടാവണം. പട്ടി നായും ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോവുക. അങ്ങനെ 1 കൊല്ലത്തിന് ശേഷം ഞാൻ ഒരു ദിവസം വരെ 5 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് 5:30 കുർബാന പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഓടും. അപ്പോഴേക്കും ഒരു അച്ഛൻ മാറ്റം വന്നു. അപ്പോൾ ഈ 5 മണി എന്നുള്ളതും 5:30 എന്നുള്ള കുർബാന അച്ഛൻ മാറ്റി. ഈ അച്ഛൻ വന്നപ്പോൾ 6 മണിക്കും 7 മണിക്കായി കുർബാന. അപ്പോൾ പിന്നെ എനിക്ക് 6:30 പോയാൽ മതിയല്ലോ. അപ്പോൾ 5:30 പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോൾ അന്ന് ഇതേമാതിരി ഞാൻ കിടക്കുമ്പോൾ കൃപാസന മാതാവ് അകലെ നടന്നു പോണു. അപ്പോൾ മാതാവല്ലേ നടന്നു പോയി നോക്കുമ്പോഴേക്കും അടുത്തേക്ക് എത്തി. അപ്പം മാതാവിൻ്റെ ഫുള്ളായിട്ട് ഞാൻ കണ്ടു. മാതാവ് പള്ളിയിൽ പോയി തുടങ്ങിയില്ല. അപ്പോൾ കുർബാന സമയം വിട്ട് ഞാൻ നോക്കുമ്പോൾ മണി 5. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ പതിവ് പോലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോയി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു പട്ടി ഞാൻ കുറേ പോയി കഴിയുമ്പോൾ എവിടെയെങ്കിലും നിന്ന് കുരയ്ക്കും. പക്ഷേ എന്നെ ശല്യപ്പെടുത്തില്ല. മറ്റത് പട്ടി ഇങ്ങനെ നേർക്ക് വരും. അപ്പോൾ മാതാവേ എന്ന് പറഞ്ഞ കൊട വീശിയിട്ടാണ് പോവാറ്. പക്ഷേ ഇപ്പം അതൊന്നുമില്ല. ധൈര്യമായിട്ട് 6:30 ഞാൻ പള്ളി 7 മണി കുർബാനയ്ക്ക് ഞാൻ പോണു. ഞാൻ എല്ലാം കഴിഞ്ഞു. ഈ ആഗസ്റ്റ് 2 എനിക്ക് പട്ടായം കിട്ടി. അത് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹമാണ്. 47 കൊല്ലമായി ഞാൻ ഏത് പള്ളിയിലും എവിടെ ചെന്നാലും എൻ്റെ ഒരു പ്രാർത്ഥന ഉള്ള കാശുണ്ടാക്കി ഒരു വീട് പണിതു. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇത് കിട്ടാതെ കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം. ഇതിനെല്ലാ കാര്യത്തിനും ഇവരുടെ അപ്പച്ചനാണ് പോവുക. തിരുവനന്തപുരം പോവും. അപ്പോൾ അവിടെ ഓഫീസിൽ പോകുമ്പോൾ കാശ് രൂപ ഞാൻ കൊടുക്കില്ല. അച്ഛൻ പറയാറുണ്ടല്ലോ കാശ് രൂപ സൂക്ഷിക്കണമെന്ന്. അത് കാരണം കാശ് രൂപ ഞാൻ കൊടുക്കില്ല, ഉപ്പ് പൊതിഞ്ഞ് കൊടുക്കും ഓഫീസിൽ അവിടെ ഇടാം. അതിന് പഞ്ചായത്തിലും തിരുവനന്തപുരത്തൊക്കെ ഉപ്പ് അങ്ങോര് കൊണ്ടിട്ട് അങ്ങോര് പ്രാർത്ഥിച്ച് എല്ലാ പേപ്പറുകളും ശരിയാക്കി എനിക്ക് ഈ 2 എനിക്ക് പട്ടായം കിട്ടി. ദൈവത്തിനോട് എനിക്കിതിലും വലിയൊരു നന്ദി പറയാനില്ല. അമ്മ മാതാവിന് സ്തുതി. പത്രം ഞാൻ സാധാരണ കൊടുക്കേണ്ടത് എൻ്റെ ഇടവ പള്ളിയിലാണ് ഞാൻ കൊടുക്കുക, അല്ലാണ്ട് വേറെ എവിടെയും കൊടുക്കില്ല. പത്രം ഇടവ പള്ളിയിൽ കൊടുത്ത് ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുക. അന്ന് എനിക്ക് ഞാൻ സാക്ഷ്യം പറയാനായിട്ടില്ല.
പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവ് അത് തരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഒരു സാക്ഷിയൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും പത്രം കൊടുക്കും. അങ്ങനെ ആണ്. ഈശോയ്ക്ക് നന്ദി, കൃപാസന മാതാവിന്.